നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോവിലകത്തെ വർമ്മമാരുടെ രക്തമൊന്നും തണുത്തുറഞ്ഞിട്ടില്ല. അതിപ്പോഴും കത്തി ജ്വലിച്ചോണ്ട് നിൽക്കുക. വേണമെങ്കിലേ നമുക്കൊന്ന് മുട്ടിക്കളയാം. എന്താടാ ഇതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ബോധ്യപ്പെട്ട സത്യങ്ങളാ. അതാ ഞാൻ ഈ പറയുന്നത്. പണം തട്ടാൻ വേണ്ടി സ്വന്തം മക്കളെ തന്നെ ഉപയോഗിക്കുന്ന അഭിമാനമില്ലാത്ത വർഗങ്ങള്. നെറികെട്ട കൂട്ടങ്ങള്. അഭിമാനം വേണം, അഭിമാനം. കേട്ടോ? നിർത്ത. ആരാ നിങ്ങള്? ആരായാലും വന്ദനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാ വിവരം അറിഞ്ഞിരിക്കും. മാന്യതയും അടക്കവും ഒതുക്കുള്ളൊരു പെണ്ണ വന്ദന. പുരുഷന്മാരെ വശീകരിക്കാൻ നടക്കുന്നവളല്ല. ഇതാരാണാവോ വന്ദനയെ വെള്ളപൂശാൻ വന്ന പുതിയൊരു അവതാരം? ഈ വന്ദന നിന്റെ ആരാണെന്ന് അതറിയണോ നിങ്ങക്ക്? ജഗ വേണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? ഞങ്ങളുടെ അമ്മയുടെ ഒരേ ഒരു സഹോദരനാ, ഞങ്ങളുടെ സ്വന്തം അമ്മാവൻ. കീരിയും പമ്പും പോലെ കഴിഞ്ഞിരുന്ന കുടുംബക്കാരാ വിശുദ്ധമായ ഈ അമ്പലത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അവര് മുണ്ട് പറിച്ചടിക്കുകയോ തലമണ്ട അടിച്ച് കീറിയോ എന്ത് വേണോ ആയിക്കോട്ടെ. അതിന്റെ ഇടയിൽ ഇവൻ എന്താ കാര്യം? മോള് അവന്റെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട കേട്ടോ. അവൻ പരമശുദ്ധനാ. ഇതൊക്കെ വെറും അവന്റെ ഒരു ഷോ. എന്നെ പോലെ. സോറി. ഇത് അവന്റെ ഒരു അടവാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, അവൻ നല്ലൊരു ആക്ടർ കൂടിയാണവൻ. വന്ദനയുടെ ജീവിതം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാ ഞാൻ വന്നത്. ഇനി ഞാൻ ഒന്നും ചെയ്യണ്ട. അത് സ്വയം നശിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നിട്ടുണ്ട്. മാധവൻ നായരുടെ കുടുംബത്തെ വടച്ചാക്ഷേപിക്കുന്നു കേട്ടാ വന്നത്. മാധവൻ നായരുടെ കുടുംബക്കാർ അത്ര സമ്പന്നരൊന്നുമല്ല. എന്നാൽ അഭിമാനം വിറ്റ് ജീവിക്കുന്നവരുമല്ല. ആരെയും സ്വാധീനത്തിലാക്കാൻ മാധവന്റെ പെൺമക്കളെ ആരും കയറൂരി വിട്ടിട്ടുമില്ല. മാധവൻ നായർക്ക് ചോദിക്കാനും പറയാൻ ആണുങ്ങളില്ലെന്നാണെങ്കിലേ ആ ധാരണയൊന്നും വേണ്ട. അനാവശ്യം പറഞ്ഞ അതാരാണെങ്കിലും അവന്റെ നാവ് പിഴുതെടുക്കാൻ മാധവന് തണ്ടും തടിയുള്ള 2 ആൺമക്കളുണ്ട്. അപ്പൊ മാധവന്റെ ആൺമക്കള് ഗുണ്ടകളാണെന്ന് മനസ്സിലായി. എല്ലാം കൂടി നല്ല ബെസ്റ്റ് ഫാമിലി. മോനെ, കാലം കുറേയായി ഈ കൈത്തരിപ്പൊക്കെ ഒന്ന് തീർത്തിട്ട്. കേട്ടോ? കോവിലകത്തെ വർമ്മമാരുടെ രക്തമൊന്നും തണുത്തുറഞ്ഞിട്ടില്ല. അതിപ്പോഴും കത്തി ജ്വലിച്ചോണ്ട് നിൽക്കുക. വേണമെങ്കിലേ നമുക്കൊന്ന് മുട്ടിക്കളയാം. എന്താടാ? അങ്ങോട്ട് മാറി നിൽക്കും. നമ്മളെ കുറ്റം പറയാനും ശാസിക്കാനും അവകാശമുള്ള ആളായി നിൽക്കുന്നത്. എന്റെ സഹോദരൻ, നിങ്ങളുടെ സ്വന്തം അമ്മാവൻ.
പ്രായപൂർത്തിയായി കാണുന്ന അമ്മാവനെ അമ്മാവെന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പെട്ടെന്ന് സ്നേഹിക്കാനും കഴിയില്ല. എന്നാലും അകന്നു മാറി നിന്ന് ആദരവോടെ നോക്കാനും ക്ഷമിക്കാനുള്ള ശക്തി എന്റെ മക്കൾക്ക് വേണം. ഇപ്പോഴെല്ലാ ബന്ധങ്ങളും മനസ്സിലായി, എല്ലാവരെയും മനസ്സിലായി. എന്നിട്ടും എന്റെ അച്ഛൻ ഇപ്പോഴും കോവിലകത്തെ വർമ്മയുടെ പിടിവാശിയിലൂടെ പൂജയ്ക്കാണെന്നും പറഞ്ഞിറങ്ങിയത് എല്ലാം അലങ്കോലപ്പെടുത്താനാണോ? ഞാൻ പോവാ. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. നിക്കടാ, ഞാനും നിൽക്കുന്നില്ല. നേരും നെറിയും കെട്ട ഇവരുടെ പൂജയ്ക്കൊപ്പം നമ്മുടെ പൂജ നടത്തുന്നില്ല. ഇവരൊക്കെ ചവിട്ടി തേച്ച ഈ മണ്ണ് പോലും പുഴുത്തു നാറിയതാ. വാടാ. ഞാൻ പോവാ. അച്ഛാ, ഇവിടെ നടന്നെല്ലാം ഞാൻ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വിഷമിക്കരുത്. വർഷയെക്കുറിച്ച് ആര് എന്തോ പറഞ്ഞോട്ടെ, സ്വന്തം അമ്മാവനെന്നല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന അപവാദം പറഞ്ഞാലും ഈ വിക്രമിന് ഒരു കുലുക്കം ഉണ്ടാവില്ല. വർഷ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് അച്ഛാ. സന്തോഷായി മോനെ. പൂജയെല്ലാം കഴിഞ്ഞ് മോൻ പോകാവൂ. തീർച്ചയായും. എനിക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം മംഗളമായി നടക്കാൻ വേണ്ടിയുള്ള പൂജയല്ലേ? ക്ഷമയോടെ കാത്തു നിൽക്കാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. നിങ്ങൾ ചെല്ല്. ശരി, നിങ്ങൾ വാ മക്കളെ. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.